ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. SFI ലക്ഷണമൊത്ത ഭീകര സംഘടനയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഇത്തരം ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും സുരേന്ദ്രൻ. കുന്നംകുളം നഗരത്തിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. മാള ഗ്രാമപഞ്ചായത്തിൽ പൊതുകളിസ്ഥലം ഇല്ലാത്തതിന് പരിഹാരമാവുന്നു. മാള വലിയ പറമ്പ് ഗ്രൗണ്ടിൽ 1 കോടി രൂപ ചെലവിൽ കളിസ്ഥലത്തിന് ഭരണാനുമതി ലഭ്യമായതായി VR സുനിൽകുമാർ MLA. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. SFI ലക്ഷണമൊത്ത ഭീകര സംഘടനയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഇത്തരം ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും സുരേന്ദ്രൻ. ക്യാമ്പസുകളിലെ SFIയുടെ ഇടിമുറികൾ ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും സുരേന്ദ്രൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ചവരാണെന്ന EP ജയരാജന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തും നന്ദി അറിയിച്ചും K. സുരേന്ദ്രൻ. സത്യം ബോധ്യപ്പെട്ടതിൽ നിന്നാണ് EP BJP സ്ഥാനാർത്ഥികളെക്കുറിച്ച് പറഞ്ഞതെന്നും K. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ക്രിമിനൽ സംഘങ്ങൾ, ഗുണ്ട സംഘങ്ങളാണ് സർവകലാശാലകളിലും കോളേജ് ക്യാമ്പസുകളിലും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ ഇന്നലെ സൂചിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴാണ് കണ്ണൂരിലെ നൃത്ത അധ്യാപകൻ ഷാജിയുടെ സുഹൃത്തുക്കൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ദൃക്സാക്ഷികളായിട്ടുള്ള അധ്യാപകർ പറയുന്നു, കേരള സർവകലാശാല സെനറ്റിന്റെ ഓഫീസിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് യൂണിയന്റെ ഓഫീസിൽ വെച്ചാണ് മാരകായുധങ്ങളുമായി SFI ക്രിമിനലുകൾ അധ്യാപകനെ മർദ്ദിച്ചത്. ഇടിക്കട്ട, ദണ്ട് തുടങ്ങിയിട്ടുള്ള വടി തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളെടുത്തു. അവര് SFI പ്രവർത്തകരും എംപ്ലോയീസ് യൂണിയന്റെ നേതാക്കളും ഷാജിയെ മർദ്ദിച്ചത് കണ്ടുവെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള നല്ല MPമാർ പാർലമെന്റിൽ വേണം എന്നുള്ളത് BJPക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നല്ല സ്ഥാനാർത്ഥികളെ മത്സരത്തിന് ഇറക്കിയതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിൽ കൊള്ളാവുന്ന മന്ത്രിമാർ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ മരുമകൻ മന്ത്രിയുടെ ഇടപെടൽ മൂലം പലരും പുറത്തായി എന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. അത് നന്നായി അറിയുന്ന ആളാണ് EP എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. തൃശൂരിൽ നിർമ്മിക്കുന്ന BJP ജില്ലാ ആസ്ഥാന മന്ദിരത്തിലെ പാലുകാച്ചൽ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു K. സുരേന്ദ്രൻ. മീഡിയ ടൈം, തൃശൂർ. VD സതീഷിനെതിരെ പരിഹാസവുമായി SFI. മെറ്റ സെർവർ ഡൗൺ ആയപ്പോൾ സെർവർ SFI ഹാക്ക് ചെയ്തതാണെന്ന് വരെ പ്രതിപക്ഷ നേതാവ് പറയുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നെന്ന് PA ആർഷോ. പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും പ്രസ്താവനകൾ ഇവർക്ക് വർഷങ്ങളായി പ്രതിപക്ഷത്ത് തുടരേണ്ടി വരുമെന്നതിന്റെ നീരസമാണിതെന്നും ആർഷോ പ്രതികരിച്ചു. മെറ്റ മുഴുവൻ സെർവർ ഡൗൺ ആവുന്നൊരു സാഹചര്യം ഉണ്ടായി. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള മെറ്റയുടെ നവമാധ്യമ പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ ഒരു രാത്രി പ്രവർത്തിക്കുന്ന നിലയുണ്ടായില്ല. പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് വലിയ ആശങ്കയായിരുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാവിലെ വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് മെറ്റ SFI ഹാക്ക് ചെയ്തു എന്ന നിലയിലേക്ക് അഭിപ്രായ പ്രകടനം നടത്തുമെന്നുള്ളത്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും SFI എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ SFI ആണ് ഇതിന്റെ കാരണക്കാരി എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം. ആ കലോത്സവവുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണക്കാർ SFI ആണ്, അല്ലെങ്കിൽ അതിനും SFI അദ്ദേഹത്തെ, ഇപ്പോൾ KPCC പ്രസിഡന്റിന്റെ പ്രതികരണം എന്നുള്ളത് SFI അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ള നിലയിലേക്കുള്ള പ്രതികരണങ്ങൾ നടത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങുകയാണ്. അത് കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട് പ്രതിപക്ഷത്ത് ഇങ്ങനെ തുടരേണ്ടി വരുന്നതിന്റെ നീരസുണ്ടാവും, വിഷമുണ്ടാവും, പ്രയാസമുണ്ടാവും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കുന്ന ഘട്ടത്തിൽ ഏത് വിധേനയും കള്ളപ്രചരണം നടത്തിയും ഈ നാട്ടിൽ സംഭവിക്കുന്ന ദാരുണമായ മരണങ്ങളെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലയിലേക്ക് കേരളത്തെ പ്രതിപക്ഷ നേതാവ്, ബഹുമാന്യനായിട്ടുള്ള KPCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ മാറുന്നത് ഖേദകരമാണ്.
കുന്നംകുളം നഗരത്തിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തതിൽ ഉൾപ്പെടും. കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിലുൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത്. പഴകിയ ചിക്കൻ, ഫ്രൈഡ് റൈസ്, ഉരുളക്കിഴങ്ങ് കറി, നൂഡിൽസ്, ബീഫ്, അൽഫാം, പുഴുങ്ങിയ മുട്ട തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. പാക്കിംഗ് തീയതി രേഖപ്പെടുത്താതെ അലക്ഷ്യമായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളും പിടിച്ചെടുത്തു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ മാലിന്യങ്ങളും തിരിച്ചെടുക്കാതെ കൂട്ടിയിട്ട് കത്തിക്കുന്നതായും പരിശോധനയിൽ കണ്ടെത്തി. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തതിൽ ഉൾപ്പെടും. ലിവർ ടവർ, കൊഡാർ എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്തത്. ST സ്റ്റോഴ്സ്, സിവിൽ സ്റ്റേഷനറി എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. നഗരസഭ ഗ്രീൻ സിറ്റി മാനേജർ അറ്റ്ലി P. ജോണിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ സീനിയർ പബ്ലിക് ഇൻസ്പെക്ടർ A. രഞ്ജിത്ത്, MS. ഷീബ, S. രശ്മി, PP. വിഷ്ണു, PS. സജീവ് എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും പിഴ ഈടാക്കൽ, ലൈസൻസ് റദ്ദ് ചെയ്യൽ തുടങ്ങിയ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ വടക്കേക്കാട് വയലേരിയിൽ വീടിന്റെ മുകളിൽ തീപിടുത്തം. നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂരിൽ നിന്നുള്ള അഗ്നിശമന അംഗങ്ങളെത്തി തീയണച്ചു. വടക്കേക്കാട് സ്വദേശി ഗോപാലകൃഷ്ണന്റെ വീടിന് മുകളിലാണ് തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ടെറസിന് മുകളിൽ ഷീറ്റിട്ടിരുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന സാധനങ്ങളാണ് കത്തി നശിച്ചത്. കടയിലേക്ക് കൊണ്ടുവന്നിരുന്ന കളിപ്പാട്ടങ്ങളും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങളും വാഷിംഗ് മെഷീനും ഫർണിച്ചറുകളും കത്തി നശിച്ചു. സംഭവ സമയത്ത് ഗോപാലകൃഷ്ണൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. താഴത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന ഗോപാലകൃഷ്ണനെ തീ പടർന്നു പിടിക്കുന്നത് കണ്ട് നാട്ടുകാരാണ് വിളിച്ചു വിവരം അറിയിച്ചത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കുവാനുള്ള ശ്രമം നടത്തുകയും ഗുരുവായൂരിൽ നിന്നുള്ള അഗ്നിശമനാംഗങ്ങൾ എത്തി തീ അണയ്ക്കുകയും ചെയ്തു. ഷോർട്ട് സർക്യൂട്ടാണ് തീ പിടിക്കാനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മീഡിയ ടൈം, തൃശൂർ. ഇറിഗേഷൻ വകുപ്പിന്റെ മണ്ണ് അനധികൃതമായി കടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്ത ചാലക്കുടി നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പോട്ടയിൽ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചെയർമാന്റെ ധാർഷ്ട്യവും ധിക്കാരവും മൂലം നഗരസഭാ ഭരണം അവതാളത്തിലായതായി സമരക്കാർ ആരോപിച്ചു. പാപ്പാളി ജംഗ്ഷനിലെ വലതുകര കനാലിന്റെ സൈഡ് ഭിത്തിയുടെ സംരക്ഷണത്തിനായി ഇട്ടിരുന്ന മണ്ണാണ് കടത്തിയത്. മണ്ണെടുത്തതിനെ തുടർന്ന് കനാൽ വെള്ളം സമീപത്തെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും കയറി. ഇതേ തുടർന്ന് പ്രദേശവാസികൾ ഇറിഗേഷൻ വകുപ്പിന് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മണ്ണ് അനധികൃതമായി കടത്തിയെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചെയർമാനെതിരെ കേസെടുക്കുകയും ചെയ്തു. ചെയർമാന്റെ ധാർഷ്ട്യവും ധിക്കാരവും മൂലം നഗരസഭാ ഭരണം അവതാളത്തിലായതായി സമരക്കാർ ആരോപിച്ചു. താലൂക്ക് ആശുപത്രിയിൽ തുള്ളിമരുന്ന് വിതരണം വൈകിയതിനെ തുടർന്ന് ഉദ്ഘാടനം ചെയ്യാനാകാഞ്ഞതിൽ സൂപ്രണ്ടിനെ അടക്കം പരസ്യമായി ചീത്ത വിളിച്ചതും റവന്യൂ വിഭാഗത്തിന്റെ അധീനതയിലുള്ള കുളം ലേലം ചെയ്ത് കൊടുത്തതും ചെയർമാന്റെ ധാർഷ്ട്യത്തിന് ഉദാഹരണമാണെന്നും സമരക്കാർ ആരോപിച്ചു. CPIM നോർത്ത് ലോക്കൽ സെക്രട്ടറി MN ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ബീന ഡേവിസ് അധ്യക്ഷയായി. PS സന്തോഷ്, VJ ജോജു, KB ഷബീർ, വിൽസൺ മഞ്ഞാങ്ങാം, റാണി പൈലൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. മാള ഗ്രാമപഞ്ചായത്തിൽ പൊതുകളിസ്ഥലമില്ലാത്തതിന് പരിഹാരമാകുന്നു. മാള വലിയപറമ്പ് ഗ്രൗണ്ടിൽ 1 കോടി രൂപ ചിലവിൽ കളിസ്ഥലത്തിന് ഭരണാനുമതി ലഭ്യമായതായി VR സുനിൽകുമാർ MLA പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് നിർമ്മാണം നടത്തുന്നതിനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയതായി MLA അറിയിച്ചു. മാള ഗ്രാമപഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് പൊതു കളിസ്ഥലം ഇല്ല എന്ന പരാതിക്ക് പരിഹാരമാവുന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും സ്പോർട്സ് വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി ചെലവിൽ സ്പോർട്സ് വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വലിയപറമ്പ് ഗ്രൗണ്ടിൽ കളിസ്ഥലം ഒരുങ്ങുന്നത്. 54-70 വിസ്തൃതിയിലുള്ള ഫുട്ബോൾ മഡ് കോർട്ടും കൂടാതെ ഒരു വോളിബോൾ കോർട്ടും കിഴക്കുഭാഗത്ത് 4 സ്റ്റെപ്പുള്ള ഗാലറിയും ചേഞ്ച് റൂം കം ടോയ്ലറ്റ് ബ്ലോക്കും വെള്ളത്തിന് കുഴൽ കിണറും
ഫെൻസിങ്ങും ഉൾപ്പെടെയാണ് പദ്ധതിയിൽ നടപ്പിലാക്കുക. നിർമ്മാണത്തിന്റെ ചുമതല കേരള സ്പോർട്സ് ഫൗണ്ടേഷനാണ്. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ നിർമ്മാണം നടത്തുന്നതിനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയതായി MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ അറിയിച്ചു. മീഡിയ ടൈം മാള. അത്യാധുനിക സജ്ജീകരണങ്ങളോടെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അന്നമനടയിൽ ഡോക്ടർ മെൽവിൻ ഡെന്റൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ന് അന്നമനടയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തിൽ അന്നമനടയിൽ ഒരു സ്ഥാപനം എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി മറ്റ് ക്ലിനിക്കുകളെ അപേക്ഷിച്ച് വളരെ വിശാലമായ എല്ലാ സൗകര്യങ്ങളും, സർജറിയും അതോടൊപ്പം തന്നെ ലിവിംഗ് റൂം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇവിടെ ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. 4ഓളം വരുന്ന ഡോക്ടർമാർ ഇതിൻ്റെ ഡെന്റൽ പരിരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സയ്ക്കും വേണ്ടി 4ഓളം ഡോക്ടർമാർ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം നമുക്കറിയാം, പഠനശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരുമിച്ച് ഒരു സ്ഥാപനം തുടങ്ങി, 2ാമത്തെ സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവവും അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായ ഈ ജോലിയോടുള്ള ആത്മാർത്ഥതയും ഒക്കെ ഉള്ളതുകൊണ്ട് കഠിനാധ്വാനം കൂടിയിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. മേലൂർ ഇടവക വികാരി ഫാദർ ജോസ് പാലാട്ടി വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ചാലക്കുടി അന്നമനട ദേവാലയ വികാരികളായ ഫാദർ ജോളി വടക്കൻ, ഫാദർ തോമസ് കൂട്ടാല, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ TK സതീശൻ, പഞ്ചായത്ത് അംഗങ്ങളായ ടെസി ടൈറ്റസ്, രവി നമ്പൂതിരി, CK ഷിജു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അന്നമനട യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് ചേമ്പലക്കാട്ട്, ഡോക്ടർ മെൽവിൻ പോൾ ചക്കാലക്കൽ, ഡോക്ടർ ഹെലൻ മാരിയ മെൽവിൻ എന്നിവർ സംബന്ധിച്ചു. ഇനി നാട്ടിൽ നടന്നത്. വല്ലച്ചിറയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു, 5 വയസ്സുകാരൻ മരിച്ചു. വല്ലച്ചിറ പകിരിപ്പാലം സ്വദേശി അനിൽകുമാറിന്റെ മകൻ അനശ്വറാണ് മരിച്ചത്. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. വൈകിട്ട് 5:30 ഓടുകൊണ്ടുള്ള പഴയ മതിലിന്റെ മുകളിൽ മറ്റു കുട്ടികളുമായി ഓടിക്കളിക്കവെയായിരുന്നു അപകടം. മതിലിന്റെ മുകൾ ഭാഗം ഇടിഞ്ഞതോടെ റോഡിൽ തലയിടിച്ചു വീഴുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ജീർണിച്ച കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കാരുമാത്ര വില്ലേജ് ഓഫീസ് എത്രയും പെട്ടെന്ന് പുനർനിർമ്മാണം നടത്തണമെന്ന് വില്ലേജ് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. ജീവനക്കാർ സമീപത്തെ വീടുകളിൽ നിന്നാണ് ജലം ശേഖരിച്ച് അവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ഇരിക്കുവാൻ പോലുമുള്ള സൗകര്യം ഈ ഓഫീസിൽ ലഭ്യമല്ല. പൊതു തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൂടി വരുന്നതോടുകൂടി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഇവിടം നരകതുല്യമായി മാറുന്ന അവസ്ഥയാകും. എത്രയും വേഗം വില്ലേജ് ഓഫീസിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും തടസ്സങ്ങൾ ഇല്ലാതെ ശുദ്ധജലവും ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികളും വില്ലേജ് ഓഫീസ് നവീകരണത്തിനുള്ള നടപടിയും സ്വീകരിക്കണമെന്ന് കാരുമാത്ര വില്ലേജ് ജനകീയ സമിതി അംഗവുമായ സാബു കണ്ടത്തിൽ അധികാരികളോട് ആവശ്യപ്പെട്ടു. വൈദ്യുതി ഉപയോഗം അതിവേഗമുയരുന്ന സാഹചര്യത്തിൽ പീക്ക് ലോഡ് സമയത്ത് ഉപഭോക്താക്കൾ സ്വയം പ്രഖ്യാപിത പവർ കട്ട് പവർ പോസ് ആചരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് എനർജി കൺസർവേഷൻ സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉപയോഗം കൂടുതലുള്ള വൈകിട്ട് 6-നും 10-നും ഇടയിൽ ഏതെങ്കിലും 15 മിനിറ്റ് നേരം ഇൻവെർട്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് സഹകരിക്കണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു. കേരളത്തിലെ 1 ലക്ഷം വീടുകളിൽ പദ്ധതി നടപ്പിലാക്കിയാൽ പ്രതിദിനം 25,000 യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാനാകും. വീടുകളിലും ഭവന സമുച്ചയങ്ങളിലും ഇത് നടപ്പാക്കാൻ റെസിഡൻസ് അസോസിയേഷനുകളും സന്നദ്ധ സംഘടനകളും സഹകരിക്കണമെന്നും ഇവർ പറഞ്ഞു. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NICക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. റേഷൻ വിതരണം എല്ലാ കാർഡുകൾക്കും സാധാരണ നിലയിൽ നടക്കുന്നതാണ്. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി NICയും IT മിഷനും അറിയിച്ചതിനു ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൗകര്യവും ഒരുക്കുന്നതാണെന്നും ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു. തീരദേശത്തിന് കരുതലായി ഫസ്റ്റ് കെയർ ആംബുലൻസ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചു. കാര സെൻട്രലിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ്, ജോസ്മി, ഹരി എന്നിവർ സംസാരിച്ചു. വിഷ്ണു ശാസ്താംവിടം, നിസാർ, ഷജീർ, മറ്റ് ആംബുലൻസ് പ്രവർത്തകരും പങ്കെടുത്തു. മതിലകം BRCയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം GLP സ്കൂളിന് ചുറ്റുമതിൽ നിർമ്മിച്ചു. SSK ഫണ്ട് 3 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. വാർഡ് മെമ്പർ PM സൈനുൽ ആബിദീൻ അധ്യക്ഷനായി. മതിലകം BPC AP സിജിമോൾ പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപിക അനിത, BRC ട്രെയിനർ ബിജി, PTA പ്രസിഡന്റ് KK സക്കറിയ, MPTA പ്രസിഡന്റ് ജോളി ബൈജു, SMC ചെയർമാൻ അക്ബർ അലി, OSA പ്രസിഡന്റ് സുരേഷ്, സ്റ്റാഫ് സെക്രട്ടറി പുഷ്കല എന്നിവർ സംസാരിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ യൂണിറ്റ് സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തി. രജിസ്ട്രേഷൻ മേഖല ഒന്നാകെ തകർക്കുന്നു. ടെംപ്ലേറ്റ് സംവിധാനം നടപ്പിലാക്കുന്നതിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന ധർണയുടെ ഭാഗമായാണ് കൊടുങ്ങല്ലൂർ യൂണിറ്റ് ധർണ നടത്തിയത്. CPI ജില്ലാ കമ്മിറ്റി അംഗം ബിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AG പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ സെക്രട്ടറി TP ബാലൻ, യൂണിറ്റ് സെക്രട്ടറി ലാല ബോസ് MS, സുകുമാരൻ ശ്യാമളൻ, സിജിത്ത് പ്രവിഷ് ലാൽ, സാജു എന്നിവർ സംസാരിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ മതിലകം യൂണിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് TK ഹമീദ് ധർണ ഉദ്ഘാടനം ചെയ്തു. C സുരേഷ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി VS സുബിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്കർ, യൂണിറ്റ് ട്രഷറർ TK ബഷീർ, C ഉണ്ണികൃഷ്ണൻ, TM റഷീദ്, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. MES അസ്മാബി കോളേജിൽ കനൽ കർമ്മ പദ്ധതി നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു A ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ, ലിംഗവിവേചനം ഇവ അവസാനിപ്പിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയുമാണ് പദ്ധതി ലക്ഷ്യം. MES കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് സംസാരിച്ചു. തൃശൂർ പോലീസിലെ ASI സിന്ധു TK, ജിജി BV, ഷാജമോൾ എന്നിവർ സ്വയം രക്ഷാ പരിശീലന ക്ലാസുകൾ നയിച്ചു. ജെൻഡർ സ്പെഷ്യലിസ്റ്റ് അശ്വതി PM ജെൻഡർ റിലേഷൻ എന്ന വിഷയത്തിലും ക്ലാസ് നയിച്ചു. എറിയാട് GLPS KVHSL വിജയോത്സവവും
കുട്ടികളുടെ വിവിധ രചനകളുടെ ഡിജിറ്റൽ മാഗസിൻ പ്രകാശനവും നടത്തി. സ്കൂൾ തലത്തിലും ഉപജില്ലാ തലത്തിലുമായി നടത്തിയ വിവിധ കലാ കായിക ശാസ്ത്രമേളകളിലും വിജ്ഞാന മേഖലകളിലും പങ്കെടുത്ത് കഴിവ് തെളിയിച്ച കുട്ടികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപകൻ CA നസീർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ മുഖ്യാതിഥിയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. SFI ലക്ഷണമൊത്ത ഭീകര സംഘടനയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ഇത്തരം ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും സുരേന്ദ്രൻ. കുന്നംകുളം നഗരത്തിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. മാള ഗ്രാമപഞ്ചായത്തിൽ പൊതുകളിസ്ഥലം ഇല്ലാത്തതിന് പരിഹാരമാവുന്നു. മാള വലിയ പറമ്പ് ഗ്രൗണ്ടിൽ 1 കോടി രൂപ ചെലവിൽ കളിസ്ഥലത്തിന് ഭരണാനുമതി ലഭ്യമായതായി VR സുനിൽകുമാർ MLA. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.